എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ നേപ്പാൾ സ്വദേശിനിയെ നേരിൽ കണ്ട് ആരോഗ്യമന്ത്രി. ദുർഗയുടെ ആരോഗ്യനിലയിൽ പ്രതീക്ഷിച്ച പുരോഗതിയുണ്ടെന്നും ചൊവ്വാഴ്ചയോടെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനിതക രോഗത്തെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ദുർഗയെ ശസ്ത്രക്രിയയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മരണത്തെ മുന്നിൽ കണ്ടുള്ള ദിവസങ്ങളിലൂടെയായിരുന്നു ദുർഗയുടെ ജീവിതം. ജനിതക രോഗത്തെ തുടർന്ന് അമ്മയെയും സഹോദരിയെയും നഷ്ടപ്പെട്ട ഈ 21-കാരിക്ക് കേരളം കൈത്താങ്ങാകുന്ന കാഴ്ചകളായിരുന്നു പിന്നീട് കണ്ടത്. ദുർഗയുടെ ആരോഗ്യനിലയിൽ പ്രതീക്ഷിച്ച പുരോഗതിയുണ്ടെന്നും ചൊവ്വാഴ്ചയോടെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റാൻ സാധിക്കുമെന്നും ദുർഗയെ സന്ദർശിച്ചതിനു ശേഷം മന്ത്രി പറഞ്ഞു. ഇൻഫെക്ഷൻസ് ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ടീം നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ സാധ്യമായിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള പിന്തുണ നൽകുന്നതിനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്പേർട്ട് ടീം ആ നിലയിൽ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ചരിത്രമാണ്. ഒരു ജില്ലാതല ആശുപത്രിയിൽ ഹൃദയമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ചികിത്സാ സേവനങ്ങൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുക. അങ്ങനെ വികേന്ദ്രീകരിക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് കൂടുതലായിട്ട് ചികിത്സ ലഭ്യമാകുക എന്നുള്ളതാണ്. ഒരു വർഷത്തോളം ചികിത്സയിൽ കഴിഞ്ഞ ദുർഗയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കുകയായിരുന്നു. ഭാഷയുടെയും ദേശത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറം മാനവികതയുടെ സന്ദേശമുയർത്തിയാണ് ഈ കുടുംബത്തെ കേരളം ചേർത്തു നിർത്തിയത്. നേപ്പാളിൽ നിന്നും കേരളത്തിലേക്കെത്തിയ ദുർഗയ്ക്ക് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും പിന്തുണയുമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമേഖലയ്ക്ക് പുറമെ 300-ലധികം പേർ ഈ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായി. രാജ്യത്ത് ആദ്യമായാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതെന്ന ചരിത്ര നേട്ടം കൂടിയാണ് എറണാകുളം ജനറൽ ആശുപത്രി സ്വന്തമാക്കിയത്. ചികിത്സാ സംവിധാനങ്ങൾ വികേന്ദ്രീകരിക്കുന്നതിലൂടെ സാധാരണക്കാർക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി പോലെയുള്ള വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതും. കൈരളി ന്യൂസ്, കൊച്ചി.